നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 239ാമത്തെ എപ്പിസോഡാണ്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് പാപികൾ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. ഇത് ഭഗവത്ഗീതയും പിന്നെ വേദാന്തവും ഒക്കെ ബേസ് ചെയ്തുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഭഗവത്ഗീത പറയുന്നത് പാപം ചെയ്യുന്നവർ അജ്ഞാനികളാണെന്നാണ്. അവർക്ക് ജ്ഞാനം, അതായത് അറിവില്ലാത്തതുകൊണ്ടാണ് അവർ ചെയ്യുന്നതെന്നാണ്. അതുപോലെ വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് പാപത്തെപ്പറ്റി ചിന്തിക്കുന്നവർ ആണ് ഏറ്റവും വലിയ പാപികളെന്നാണ്. പാപത്തിനെപ്പറ്റി ചിന്തിക്കുന്നവരാണ് ഏറ്റവും വലിയ പാപികൾ, അത് ചെയ്യുന്നവരെക്കാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വാമി ചിന്മയാനന്ദൻ. പിന്നെ ഒരാൾ പാപിയായി തീരാൻ കാരണം അയാളുടെ ചിന്താഗതി തന്നെയാണെന്നാണ് വേദാന്തത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ. വേദാന്തം പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ പാപത്തിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പാപികളാവുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ ഇനി വേദാന്തം പറയുന്ന ഒന്നുകൂടെ പറയാം. തങ്ങളുടെ പാപത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അവരുടെ ഏറ്റവും വലിയ സ്വഭാവം എന്നാണ്. അവർ എപ്പോഴും നല്ലതിനെപ്പറ്റി ഒന്നും ചിന്തിക്കത്തില്ല. ഇപ്പം അച്ഛനമ്മമാരെ നോക്കാത്ത ഒരാൾ ഒരിക്കലും അച്ഛനമ്മമാരെ നോക്കാത്തത് തെറ്റാന്ന് അവർക്ക് തോന്നത്തില്ല. അവർക്കെപ്പോഴും അവരുടെ സ്വന്തം കാര്യം, സ്വാർത്ഥത, അത് മാത്രമേ അവർക്ക് തോന്നത്തുള്ളൂ. അങ്ങനെയാണ് ഈ ലോകത്ത് നമ്മൾക്കിപ്പോൾ കണ്ടുവരുന്ന അങ്ങനെയാണല്ലോ. കരികാരത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വീണ്ടും പറയുന്നു, നിൻ്റെ മനസ്സിൻ്റെ ചിന്തകളെ മാറ്റിയിട്ട് നിൻ്റെ ബോധത്തിൽ തന്നെ ഇരുന്ന് നീ ധ്യാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണയായി മനുഷ്യന് അവരുടെ ശരീരം, മനസ്സ്, ബുദ്ധി, സ്വന്തം ആൾക്കാർ, ഇവരെ പറ്റിയൊക്കെയാണ് ചിന്ത എപ്പോഴും. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ധ്യാനിച്ചാൽ മാത്രം മതി. ആ ധ്യാനത്തിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി കിട്ടുമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ദിവസവും രാവിലെ 10 മിനിറ്റോളം ധ്യാനത്തിൽ മുഴുകിയാൽ ആ സമയത്ത് നിങ്ങൾ പാപത്തെപ്പറ്റിയോ സന്തോഷത്തെപ്പറ്റിയോ കുറ്റങ്ങളെപ്പറ്റിയോ ഒന്നും ചിന്തിക്കരുത്. മനഃപൂർവ്വം ചിന്തിക്കാതിരിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെപ്പറ്റിയും നിങ്ങളുടെ മനസ്സിനെപ്പറ്റിയും മാത്രമേ ചിന്തിക്കാവൂ. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനെ പറ്റി, പിന്നെ നിങ്ങളുടെ മനസ്സിനെ പറ്റി, രണ്ടും ചിന്തിക്കാം. ഇനിയും ആ സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ഈശ്വരനെ പറ്റി വേണമെങ്കിലും ചിന്തിക്കാം. നിങ്ങൾക്ക് ഇഷ്ടദേവനായിട്ടുള്ള, ഇപ്പം ഞാൻ ഗണപതി ഭക്തനാണ്, ഞാൻ ഗണപതി ഭഗവാനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും ഏത് പിന്നെ ജാതി മതമൊന്നും ഇതിനൊരു വിഷയമല്ല. ആരെയാണ് നമ്മൾ ആരെയാണ് ദൈവമായിട്ട് നമ്മൾ കരുതുന്നത് അവരെപ്പറ്റി ചിന്തിക്കാം. പിന്നെ അതുപോലെ ഇനി നിങ്ങൾ നിങ്ങളുടെ കുറ്റങ്ങളെപ്പറ്റി ഓർക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയണം, അത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാണ് നമ്മൾ സ്വയം പറഞ്ഞാൽ മതി. ഈ ധ്യാനത്തിലിരിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ കുറ്റങ്ങളെപ്പറ്റി ഓർമ്മ വരുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറയണം, ഇത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ അറിവില്ലായ്മയ്ക്ക് നിലനിൽപ്പില്ലാതെ വരും. അതായത് നമുക്ക് അറിവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് സ്വയം സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. അതായത് നമ്മൾ ധ്യാനത്തിൻ്റെ 10 മിനിറ്റ് നേരം മതി. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി 10 മിനിറ്റ് നേരം ധ്യാനം ചെയ്താൽ മതി. ആ ധ്യാനത്തിൽ നമുക്ക് നമ്മളെ പറ്റിയുള്ള എല്ലാ ദോഷങ്ങളും മാറി നമ്മൾ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും, നല്ലവനാവുകയും ചെയ്യുമെന്നാണ് വേദാന്ത ശാസ്ത്രത്തിൽ പറയുന്നത്. ഇനി വിവേകാനന്ദ സ്വാമികളുടെ ഒരു കവിതയും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ആ കവിത ഇങ്ങനെയാണ്: ഞാൻ ഒരു ഇന്ദ്രിയങ്ങൾക്കും അടിമയല്ല. സ്വാമി വിവേകാനന്ദൻ്റെ ഒരു കവിതയുടെ ഒരു ഇതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നതാണ്. പിന്നെ ഞാൻ സമയത്തിനും ആകാരത്തിനും അതീതനാണ്. അതായത് നമ്മൾ ആകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. ഞാൻ സമയത്തിനും ആകാരത്തിനും അതീതനാണ്. ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാകുന്നു. ഞാൻ എല്ലാത്തിലുമുണ്ട്. ഞാൻ അറിവാണ്. ഞാൻ അവനാണ്. ഇത് നമ്മൾ ധ്യാനിക്കുമ്പോൾ, അതായത് ഈ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിലിങ്ങനെ ചിന്തകൾ കയറി വരുമ്പോൾ നമ്മളിങ്ങനെ ഇത് ആണ് പറയേണ്ടത്. ഞാൻ ഇന്ദ്രിയങ്ങൾക്ക് അടിമയല്ല. നമ്മൾ സമയത്തിനും ആകാരത്തിനും ഒക്കെ അതീതനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ്. ഞാൻ എല്ലാത്തിലുമുണ്ട്. ഞാൻ അറിവാണ്. ഞാൻ അവനാണ്. എന്ന് വെച്ചാൽ ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന തത്വം. നമുക്ക് സ്വയം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് ചെയ്യാൻ ഒരിക്കലും തോന്നത്തുമില്ല. നമ്മൾ അറിവ് ജ്ഞാനം ഉണ്ടാവുകയും ചെയ്യും.
ഇത്രയേ ഉള്ളൂ പറയാൻ. നന്ദി, നമസ്കാരം.